എന്തിന്? കാശ് തരാനുള്ളവന്റെ കുത്തിനു പിടിച്ചു നിർത്തി പണം വാങ്ങിച്ച് ഉത്തരവാദിത്വത്തോടെ ഇവിടെ കൊണ്ട് ഏൽപ്പിക്കുന്നതിന് ഒരു സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. പള്ളിക്കൂടത്തിന്റെ വരാന്ത കണ്ടിട്ടില്ലേ, അതാണ് ഞാൻ കൊടുക്കുന്ന യോഗ്യത. കൃത്യമായി പോയി പിരിവെടുക്കണം. അവിടെ കൗണ്ടറിൽ കൊണ്ടുപോയി അടയ്ക്കുകയും വേണം. സമയത്ത് പണം തരാത്തവനെ ഇനി വിരട്ടിയായാലും സത്യാഗ്രഹം ഇരുന്നായാലും പണം ഇങ്ങോട്ട് വാങ്ങിച്ചെടുക്കണം. എന്താ പറ്റുമോ? പറ്റും സർ. പറ്റിയാൽ മാസം വട്ടം എത്തുമ്പോൾ രൂപ 20,000 എണ്ണി അങ്ങോട്ട് തരും, ശമ്പളമേ. പിന്നെ കിട്ടാക്കടം വല്ലതും ഒപ്പിച്ചെടുത്താൽ അതിന്റെ കമ്മീഷനും തരും. അതുകൂടാതെ ഞാൻ ചിലപ്പോൾ കുറച്ച് പണം അങ്ങോട്ട് ഏൽപ്പിക്കും. ആർക്കെങ്കിലും കൊണ്ട് കൊടുക്കാൻ പറയും. മൂളാതെ മുറിയാതെ അതവിടെ എത്തിക്കണം. ഓക്കെ ആണോ? ഓക്കെ ആണ്. പിന്നെ മാസപ്പിരിവുകാരും ആഴ്ചപ്പിരിവുകാരും ഡെയിലി പിരിവുകാരും ഒക്കെ കാണും. അതിന്റെ ലിസ്റ്റ് ഇവിടെ പിള്ളേര് തരും. പോയി പിരിക്കാലോ. ഓ, അല്ല, ഈ പിരിക്കാൻ പോകാനായിട്ട് ബൈക്കോ വല്ലതും ഉണ്ടോ? ഇല്ല സർ. എങ്കിൽ ഒരു ബൈക്ക് ഞാൻ തരാം. വീട്ടിൽ പോകുമ്പോ ഇവിടെ വെച്ചിട്ട് പോണം. ശരി സർ, എനിക്കെല്ലാം സമ്മതം. എന്നത്തേക്ക് ജോയിൻ ചെയ്യണം? എന്നത്തേക്കോ? അങ്ങനെയൊന്നും ഇവിടില്ല. ഇതേ ഇപ്പൊ ജോലി തുടങ്ങിയ എന്താ? ജോലി കിട്ടിയ സ്ഥിതിക്ക് ലീവ് എടുക്കാമെന്നാണോ? അല്ല സർ, ജോലി ചെയ്യാൻ. എങ്കിൽ പിന്നെ ഈ പേപ്പറിന്റെ അടിയിൽ അഡ്രസ്സും എഴുതി ഫോൺ നമ്പറും വെച്ച് ഒരു ഒപ്പം കിട്ടേക്ക്. ഈ കവറില് ഒരു 50,000 രൂപയുണ്ട്. ഈ അഡ്രസ്സിൽ പറയുന്ന ജോർജ് എന്ന ആളിന് ഈ പണം കൊണ്ട് കൊടുക്കണം. എന്നിട്ട് ഈ പേപ്പറിൽ ഗുണനച്ചിഹ്നം ഇട്ടിരിക്കുന്ന സ്ഥലത്തെല്ലാം അയാളെ കൊണ്ട് ഒപ്പിട്ട് വാങ്ങിച്ചോണം. എന്നാ പിടിച്ചോ. ആ ഒപ്പിട്ട് പേപ്പറിങ് തന്നെ. ജോർജിന്റെ വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതല്ലേ ഇയാളുടെ നമ്പർ. അതിലേക്ക് ജോർജിന്റെ ലൊക്കേഷൻ കൂടി ഇട്ട് തന്നേക്കാം. ബൈക്കിന്റെ ചാവി പിടിക്കും. KL 19E983. അവിടെ താഴെ ഇരിപ്പുണ്ട്. വണ്ടി എടുത്തോ. ശരി സാർ. സംഗതി പണമിടപാടാ, സൂക്ഷിക്കണം. അതെ, ആ ഫയലിംഗ് തന്നെ. ആ കുന്ത്രാണ്ടോ താങ്ങി പിടിച്ചോണ്ട് നടക്കണ്ടല്ലോ, ഇവിടെ വെച്ചേക്കാം. ഞാനിത് പിരുത്തു നോക്കുമെന്ന് പോലും പേടിക്കണ്ട. സാധനം ഭദ്രമായിരിക്കും. ധൈര്യമായിട്ട് പോയിട്ട് വാ. ശരി സാർ.